സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ആരോഗ്യ വകുപ്പിനോട് മുഖം തിരിച്ച സംസ്ഥാന സർക്കാർ. എല്ലാ ആശുപത്രികളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായി. മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടില്ല. സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ വന്ദന ദാസിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. എന്നാൽ പ്രഖ്യാപനം നടത്തി 1 വർഷമാകുമ്പോഴും പോലീസ് ഔട്ട്പോസ്റ്റും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. സർക്കാർ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പോലീസിൽ അധിക തസ്തിക അനുവദിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്താണ് ആശുപത്രി ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചത്. ജീവനക്കാർ ആക്രമിക്കപ്പെട്ടത് പോലീസ് സംവിധാനവും സുരക്ഷയും ശക്തമായി തിരുവനന്തപുരത്താണെന്നതും കണക്കുകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റൽ ഉൾപ്പെടെ യാതൊരു സുരക്ഷയുമില്ലാതെ പ്രവർത്തിക്കുന്നതും കടുത്ത ആശങ്കയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതാണ് ഉയരുന്ന വിമർശനം. ജനം, തിരുവനന്തപുരം.